ഹായ്, എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സ് ഫ്രോഡുലന്റ് ട്രാൻസാക്ഷനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കാർഡ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അതിൻ്റെ OTP ഒരാളുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത വെബ്സൈറ്റിൽ നിന്ന് ഒന്നും ഷോപ്പ് ചെയ്യാതിരിക്കുക. ഇതൊക്കെ അല്ലാതെ നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുക? നമ്മുടെ ബാങ്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട്. ഇത് എൻ്റെ ADCBയുടെ ക്രെഡിറ്റ് കാർഡ് കൺട്രോൾ സെറ്റിംഗ്സ് ആണ്. ഇത് നമുക്ക് പ്രധാനമായിട്ടും 7 സെറ്റിംഗ്സ് എനിക്ക് തരുന്നുണ്ട് കാർഡ് കൺട്രോൾ ചെയ്യാനായിട്ട്. ആദ്യത് ടെമ്പററി ബ്ലോക്ക്. നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത കാർഡാണെന്നുണ്ടെങ്കിൽ കീപ്പ് ഓൺ ബ്ലോക്ക് മോഡ്. അതല്ല, നിങ്ങൾ NRA ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ഹോം കൺട്രിയിലോട്ട് ട്രാവൽ ചെയ്യുമ്പോൾ കാർഡ് ബ്ലോക്ക് ചെയ്തിടാം. അതുപോലെ തന്നെ തിരിച്ച് നിങ്ങൾക്ക് നാട്ടിലൊരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നിങ്ങൾ എബ്രോഡാണ് താമസിക്കുന്നത്, സോ നാട്ടിലെ ക്രെഡിറ്റ് കാർഡ് ഓൾവേസ് കീപ്പ് ഓൺ ബ്ലോക്ക് മോഡ്. സോ ഇങ്ങനെ ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ കാർഡ് ഒരു രീതിയിലും മിസ്യൂസ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളില്ലാതിരിക്കുന്ന സമയത്ത് ഒരു രീതിയിലുള്ള ഫ്രോഡുലന്റ് ട്രാൻസാക്ഷനിൽ ചെന്നപ്പെടാതിരിക്കും. അടുത്തതായിട്ട് ഡെയിലി സ്പെൻഡ് ലിമിറ്റ്. സോ നമ്മുടെ കാർഡിന് ലിമിറ്റ് വളരെ വലുതായിരിക്കും, പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ ചെറിയൊരു പോർഷൻ മാത്രമായിരിക്കും, അല്ലേ? സോ സെറ്റ് എ ഡെയിലി സ്പെൻഡ് ലിമിറ്റ്. അത് നമ്മുടെ സ്പെൻഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ കാർഡിനെ കുറേ കൂടെ പ്രൊട്ടക്ട് ചെയ്യുകയും കൂടെ ചെയ്യും. അടുത്തതായിട്ട് ATM ക്യാഷ് വിഡ്രോവൽ. ഓൾവേസ് കീപ്പ് ഓൺ ഡിസേബിൾ മോഡ്. അറിയാതെ പോലും നമ്മൾ നമ്മുടെ ATMയിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പാടില്ല. അടുത്ത് ഓൺലൈൻ ട്രാൻസാക്ഷൻസ്. നിങ്ങൾ സ്ഥിരമായിട്ട് ഓൺലൈൻ ട്രാൻസാക്ഷൻ യൂസ് ചെയ്യുന്ന ഒരാളല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കാർഡല്ല എന്നുണ്ടെങ്കിൽ കീപ്പ് ഓൺ ബ്ലോക്ക് മോഡ്. ഫൈനലി ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻസ്. ഓൾവേസ് കീപ്പ് ഓൺ ഡിസേബിൾ മോഡ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ എനേബിൾ ഇറ്റ്, യൂസ് ഇറ്റ്, അഗെയിൻ ഡിസേബിൾ ഇറ്റ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ കാർഡ് കുറേ കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഹാർഡ് ഏൺ ചെയ്ത മണി നഷ്ടപ്പെടാതിരിക്കാനും കൂടെ സഹായിക്കും. സോ ഇനിയൊരു പുതിയ കാർഡ് എടുക്കുമ്പോൾ കാർഡിൻ്റെ ഫീച്ചേഴ്സ് മാത്രമല്ലാതെ എന്തൊക്കെ കൺട്രോൾ സെറ്റിംഗ്സ് കൂടെ ബാങ്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് എൻഷുർ ചെയ്യാം. നിങ്ങളുടെ ബാങ്കിൻ്റെ ആപ്പ് തന്നെ തുറന്നു നോക്കിയിട്ട് എന്തൊക്കെ കൺട്രോൾ സെറ്റിംഗ്സ് ഉണ്ടെന്ന് നോക്കുക, അത് യൂസ് ചെയ്യുക, നിങ്ങളുടെ കാർഡ് പ്രൊട്ടക്ട് ചെയ്യുക. സേവ് യുവർ ഹാർഡ് ഏൺ മണി. ഇത് ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.